ओम श्री सद्गुरु चरणारविंदाभ्यां नमः। गुरु ब्रह्मा गुरु विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शंकराचार्य मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेव सुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। എല്ലാ ആചാര്യമണ്ഡലിക്കും എൻ്റെ പ്രണാമങ്ങൾ. സത്സംഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ദിവസം നാം ഈ സത്സംഗത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്തത് ബ്രഹ്മഭൂതനായ വിദ്വാൻ. ബ്രഹ്മഭൂത എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയുന്നവൻ, അറിഞ്ഞവൻ, അറിയുന്നവൻ രണ്ടുമാണ്. അത് ബ്രഹ്മഭൂതോ വിദ്വാൻ എന്ന് പറയാൻ കാരണം ഭാഷ്യത്തിൽ അങ്ങനെയാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബ്രഹ്മം? ബ്രഹ്മം സത്യമാണ്. ബ്രഹ്മൻ ഈസ് റിയൽ. ബ്രഹ്മം ജ്ഞാനമാണ്. ബ്രഹ്മൻ ഈസ് നോളജ്. ബ്രഹ്മൻ അനന്തമാണ്. ബ്രഹ്മൻ ഇൻഫിനിറ്റ് ആണ്. ബ്രഹ്മൻ ഈസ് ഇൻഫിനിറ്റ്. പിന്നെ ബ്രഹ്മം അൺകണ്ടീഷൻഡ് ആണ്. അതായത് സോപാധികനല്ല, നിരുപാധികമാണ് ബ്രഹ്മം. ഇങ്ങനെ പല രീതിയിൽ ബ്രഹ്മം മനസ്സുകൊണ്ട് അറിയപ്പെടുന്നു. ആകാശ പരമേം വ്യോമൻ എന്ന് ഇനിയിപ്പോ പറയാൻ പോകുന്ന വരികളിൽ ഉള്ള നമ്മുടെ ഹൃദയ ആകാശത്തിലാണ് ആ ബ്രഹ്മത്തെ നാം ദർശിക്കുന്നത്. ഇറ്റ്സ് ആൻ ഇന്റേണൽ അവയർനെസ്. ഇറ്റ് ഈസ് ആൻ ഇന്റൻസ് അവയർനെസ് ദാറ്റ് ഐ ആം ബ്രഹ്മൻ എന്നുള്ളതും അതാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. അപ്പോ ഈ സത്യം ജ്ഞാനം അനന്തം എന്ന് ഉപനിഷത്ത് പ്രതിപാദിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ നിന്നും വേറെ അല്ലാത്തത് ആയ ഒരേ ഒരു ഉപലബ്ധിയാണ്. എന്താ? ഒരേ ക്ഷണത്തിൽ തന്നെ എല്ലാ കാമങ്ങളെയും ഒരുമിച്ച് അനുഭവിക്കുന്നു എന്ന്. അത് ആചാര്യസ്വാമികൾ സ ഏവ ബ്രഹ്മ വിജാനന് കിമിത്യാഹ അശ്നുതേ ഭുങ്ക്തേ സർവാൻ നിരവശേഷാൻ കാമാൻ കാമ്യഭോഗാൻ ഇത്യർത്ഥഃ. എല്ലാം അനുഭവിക്കുന്നു എന്നാണ്. അനുഭവങ്ങളെല്ലാം ഏകകാലത്തിലാണ്. ഏകകാലത്തിലെ അനുഭവം എന്ന് പറയുന്നതാണ് ആനന്ദാനുഭവം എന്ന് പറയുന്നതാണ് ബ്രഹ്മാനന്ദ അനുഭവം. ആ ബ്രഹ്മാനന്ദ അനുഭവം എന്ന് പറയുന്നതിനെ വാക്കുകൾ കൊണ്ട് നമുക്ക് വിസ്തരിക്കാൻ പ്രതിപാദിക്കാൻ കഴിയുന്നതല്ല. സർവാൻ നിരവശേഷാൻ കാമാൻ കാമ്യഭോഗാൻ ഇത്യർത്ഥഃ അശ്നുതേ. അയാൾ അനുഭവിക്കുന്നു. ഭുങ്ക്തേ കിം അസ്മാദിവത് പുത്രസ്വർഗാദീൻ പര്യായേണ ന ഇത്യാഹ. നമ്മൾ സാധാരണ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഈ മായികമായ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നായിട്ട് അനുഭവിക്കുന്നു. ഒരു അനുഭവം. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു അനുഭവം, ഒരു പുത്രൻ ജനിച്ചാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം, അതുപോലെ സ്വർഗപ്രാപ്തിയിൽ ഒരു അനുഭവം. ഇവയെല്ലാം ക്രമികമായിട്ട് നമുക്ക് ഭിന്ന ഭിന്ന കാലത്തിൽ ലഭിക്കുന്നതാണ്. എങ്കിൽ ഈ ബ്രഹ്മാനന്ദ അനുഭവത്തിൽ എല്ലാ അനുഭവങ്ങളും അതിൻ്റെ അംശങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിം അസ്മാധിപതി പുത്രസ്വർഗാദീൻ പര്യായേണ. പര്യായം എന്ന് പറഞ്ഞാൽ ക്രമികമായി എന്നർത്ഥം. ന ഇത്യാഹ സഹ യുഗപത് ഏകക്ഷണ ഉപാരൂഢാനേവ ഏകയോ ഉപലബ്ധ്യ സവിതൃപ്രകാശവന്ത്. എങ്ങനെയാണ് സവിതൃപ്രകാശം? സൂര്യന്റെ പ്രകാശം എല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്നത് പോലെ എന്നർത്ഥം. ഏകക്ഷണ ഉപാരൂഢാനേവ, ഒരേ ക്ഷണത്തിൽ തന്നെ ബ്രഹ്മസ്വരൂപ അവ്യതിരിക്തതയാ, ബ്രഹ്മസ്വരൂപത്തിൽ നിന്നും ഭിന്നമല്ലാത്തത് കൊണ്ട്, ബ്രഹ്മസ്വരൂപത്തിൽ നിന്നും വ്യതിചലിച്ചു നിൽക്കാത്തത് കൊണ്ട് സവിതൃപ്രകാശവത് നിത്യയ ബ്രഹ്മസ്വരൂപ അവ്യതിരിക്തയ അവോചാമ
സത്യം ജ്ഞാനമിതി. അതിനുവേണ്ടിയാണ് ഏതത്തതുച്യത്തെ ബ്രഹ്മണാ സഹേതി. ബ്രഹ്മണാ സഹ വിപശ്ചിത്. വിപശ്ചിത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മവിത്ത്. ആ ബ്രഹ്മഭൂതനായ വിദ്വാൻ ബ്രഹ്മസ്വരൂപേണൈവ സർവാൻ കാമാൻ സഹ അശ്നുതേ എന്ന് പറഞ്ഞു. അപ്പോ ബ്രഹ്മസ്വരൂപത്തിൽ ബ്രഹ്മമായിക്കഴിഞ്ഞ ആ വിദ്വാൻ എല്ലാ കാമങ്ങളെയും ഒരുമിച്ച് അനുഭവിക്കുന്നു. അതായത് ഈ ഉപാധികൃതമായ സ്വരൂപത്തിൽ നിന്നും മാറി എന്നർത്ഥം. ഈ ജലസൂര്യാദികളെ പോലെ പ്രതിബിംബഭൂതവും സാംസാരികവുമായ ആത്മാവാകുന്ന ഉപാധികൃതമായ സ്വരൂപത്തിൽ ചക്ഷുരാദികരണങ്ങളെയും അപേക്ഷയുള്ള കാമങ്ങളെ മാറി മാറി ലോകം അനുഭവിക്കുന്നത് പോലെ അല്ല എന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നു. നമ്മുടെ ഈ പ്രതിബിംബിതമായ ആത്മാവാണ് ജീവാത്മാവ്. സാംസാരിക ദശയിൽ ജീവാത്മാവ് ഉപാധികൃതമായ സ്വരൂപത്തിൽ നമ്മുടെ ധർമാധർമ്മങ്ങൾ അനുസരിച്ച് ചക്ഷുരാദികരണങ്ങളിലൂടെ ചക്ഷുരിന്ദ്രിയം മുതലായ കരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ്, അവകളിലൂടെ അപേക്ഷയുള്ള കാമങ്ങൾ, എന്തിനെയാണോ നാം അപേക്ഷിക്കുന്നത് അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ആ ആനന്ദം അതുപോലെ അല്ല. പിന്നെയോ എങ്ങനെയാണ് ഈ ബ്രഹ്മാനന്ദ അനുഭവം എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പ്രകാരത്തിൽ സർവജ്ഞനും സർവഗതനും സർവാത്മാവുമാകുന്ന നിത്യബ്രഹ്മ ആത്മസ്വരൂപത്തിൽ അപേക്ഷയില്ലാത്ത എല്ലാ, ഇത് ചോദിച്ചു മേടിക്കുന്നതല്ല ബ്രഹ്മാനന്ദ അനുഭവത്തിൽ. അതായത് ഒരാളുടെ കയ്യിൽ ഒരു 1000 കോടി രൂപ ഉണ്ടെന്നിരിക്കട്ടെ, അയാൾ പിന്നെ 5 രൂപയുടെ ആവശ്യത്തിന് വേണ്ടി വേറെ ആരെയെങ്കിലും സമീപിക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മാനന്ദം എത്രയോ മഹത്തായ, എത്രയോ വലുതായ ആ ആനന്ദ അനുഭവം, അതിൽ നിത്യബ്രഹ്മ ആത്മസ്വരൂപം, അതിൽ ചക്ഷുരാദികരണങ്ങളെ ആശ്രയിച്ചോ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ചാപല്യം നിമിത്തം ഉണ്ടാകുന്ന ആനന്ദാനുഭവങ്ങളല്ല ഇവയൊക്കെ. പിന്നെയോ എല്ലാ കാമങ്ങളും അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ തരത്തിൽ അനുഭവിച്ച് കഴിയുക. അപ്പൊ ബ്രഹ്മാനന്ദ അനുഭവം ലഭിച്ച വ്യക്തി പിന്നെ പലതരത്തിലുള്ള എന്താ പറയുക, ക്രമികമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് വിപശ്ചിത് എന്ന് പറഞ്ഞത്. വിപശ്ചിതിനെ ഇവിടെ സർവജ്ഞൻ എന്നാണ് പറയുന്നത്. അപ്പോ അവിടെ ഒരു ഇതി എന്ന് പറയുന്നു. സർവാൻ കാമാൻ സമശ്നുത ഇതി. ഇതി എന്ന് പറയുന്നത് ആ മന്ത്ര പരിസമാപ്തി, ആ അധ്യായത്തിന്റെ സമാപ്തിയെ കാണിക്കുന്നു. ആ ആശയത്തിന്റെ ഒരു വിശദീകരണം അവസാനിച്ചതായി സൂചിപ്പിക്കുന്നു. സർവവേവ വല്യർത്ഥ ബ്രഹ്മവിദാപ്നോതി പരമിതി ബ്രാഹ്മണവാക്യേന സൂത്രിതഃ സച സൂത്രിതോ അർത്ഥഃ സംക്ഷേപേണ മന്ത്രേണ വ്യാഖ്യാതഃ. ഈ വല്ലി, ആനന്ദവല്ലി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ വല്ലിയുടെ അർത്ഥം മുഴുവനും ബ്രഹ്മവിദാപ്നോതി പരം എന്ന ബ്രാഹ്മണ വാക്യം, സൂത്രതുല്യമായ ബ്രാഹ്മണ വാക്യത്തിന്റെ വ്യാഖ്യാനമായിട്ട് ഇവിടെ പറയപ്പെട്ടു. സച സൂത്രിതോ അർത്ഥഃ സംക്ഷേപത്തോ മന്ത്രേണ വ്യാഖ്യാതഃ. ആ അർത്ഥം ഇവിടെ ചുരുക്കത്തിൽ ഈ മന്ത്രത്താൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പുനസ്തസ്യ വിസ്തരേണ അർത്ഥനിർണയഃ കർത്തവ്യഃ. വീണ്ടും വിസ്താരമായി ഇതിനെ നാം മനസ്സിലാക്കണം, അർത്ഥനിർണയം വേണം. ഇതി ഉത്തരഃ തദ്വൃത്തിസ്ഥാനീയോ ഗ്രന്ഥ ആരഭ്യത്തെ. അതിനു വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ് ഇനി ആരംഭിക്കുന്നത്. തസ്മാത് വാ ഏതസ്മാത് ഇത്യാദി. അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ the nature of Brahman has been explained succinctly
shortly or briefly. And this nature of Brahman in its extended form will be dealt with in the coming lines of the Upanishad. അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. Now the Shruti proceeds to explain the remaining portion of the Upanishadic verse. എന്താ? യോ വേദ നിഹിതം ഗുഹായാം പരമേഭ്യോ മന് സോഷ്ണുതേ കർമാൻ സർവാൻ കാമാൻ സമശ്രുത സർവാൻ കാമാൻ സഹ ബ്രഹ്മണ വിപശ്ചിതേതി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത വിശദീകരണത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിനും ആചാര്യൻ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവതാരിക അതിലും സമർപ്പിക്കുന്നു. തത്ര ച സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇത്യുക്തം മന്ത്രാദൗ തത്കഥം സത്യം അനന്തം ചേത്യതാഹ ത്രിവിധം ഹി ആനന്ദ്യം ദേശതഃ കാലതഃ വസ്തുതശ്ചേതി എന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രത്തിന്റെ ആദിയിൽ ആചാര്യൻ മന്ത്രത്തിന്റെ ആദിയിൽ പറഞ്ഞു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ബ്രഹ്മം സത്യവും ജ്ഞാനവും അനന്തമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്യുക്തം മന്ത്രാദൗ തത് കഥം സത്യം അനന്തം ചേത്യതാഹ. അത് എങ്ങനെയാണെന്ന് പറയാം. ഒന്നുകൂടി അത് വിശദീകരിക്കുക. ആശയ ദൃഢീകരണം, അതിന് പുനരുക്തി ഒരു ദോഷമേ അല്ല. വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആ ബ്രഹ്മത്തിന്റെ ആ സത്യം, ജ്ഞാനം, അനന്തം എന്ന ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ നല്ല പോലെ ഉറപ്പിക്കുന്നതിന് രൂഢമൂലമാകുന്നതിന് വേണ്ടി ഇവിടെ ആചാര്യൻ വീണ്ടും അത് പറയുന്നു. ത്രിവിധം ഹി ആനന്ദ്യം തത് കഥം സത്യം അനന്തം ചേത്യതാഹ. ഈ ആനന്ദ്യം എന്ന് പറയുന്ന ഇൻഫിനിറ്റ്നെസ്, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ദ ഇൻഫിനിറ്റ്നെസ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഏതെല്ലാം രീതിയിലാണ് ഇൻഫിനിറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത്? ആനന്ദ്യം ദേശതഃ കാലതഃ വസ്തുതശ്ചേതി. 3 രീതിയിലാണ്. ദേശതഃ കാലതഃ വസ്തുതശ്ചേതി. തദ് യഥാ ദേശത്തോ അനന്ത ആകാശഃ. ദേശം കൊണ്ട് അപരിമിതമാണ്, അപരിച്ഛിന്നമാണ്, അളക്കാൻ കഴിയാത്തതാണ് ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിന്റെ ആനന്ദ്യം, ബ്രഹ്മത്തിന്റെ ഇൻഫിനിറ്റ്നെസ് എന്ന് പറയുന്ന ആർ ഇൻഫിനിറ്റ്യൂഡ് എന്നും പഴയ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഈ ഒരു ആശയം വർണ്ണിച്ചു തരാൻ വേണ്ടി പറയുന്നു ദേശത്തോ അനന്ത ആകാശ. നമ്മുടെ ദൃഷ്ടിയിൽ അനന്തമായത് ആകാശം. നഹി ദേശതസ്തസ്യ പരിച്ഛേദോ അസ്തി. ദേശികമായ ഒരു ലിമിറ്റ്നെസ് അതിനില്ല. ദി ആകാശ ഹാസ് നോ ലിമിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പേസ്. ഇത്രയും ആകാശം, ഇത്രയും ആകാശം, ഇത്രയും ആകാശം എന്ന് നമുക്ക് അളന്നു മുറിച്ച് നിർണയിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോ ആകാശം ദേശം കൊണ്ടുള്ള ആനന്ദ്യം ആകാശത്തിനും ഉണ്ട്. നമുക്കൊക്കെ ദേശം കൊണ്ടുള്ള പരിച്ഛിത്തിയാണുള്ളത്. കാരണം നമ്മൾ 6 അടി മാക്സിമം, അല്ലെങ്കിൽ 7 അടി, അല്ലെങ്കിൽ ഒരു 80 കിലോ, അല്ലെങ്കിൽ 100 കിലോ, ഇങ്ങനെയൊക്കെ പരിമിതികളുണ്ട് നമുക്ക്. നഹി ദേശതസ്തസ്യ പരിച്ഛേദോ അസ്തി. ആകാശത്തിന് പരിച്ഛേദമില്ല. നതു കാലതശ്ച ആനന്ദ്യം വസ്തുതശ്ച ആകാശസ്യ തസ്മാത് കാര്യത്വാത്. കാലം കൊണ്ടുള്ള ആനന്ദ്യം ആകാശത്തിന് ഇല്ല. എന്തുകൊണ്ട്? കാര്യത്വാത്, കാര്യം വസ്തു ആയതുകൊണ്ട്. ആകാശത്തെ അവിടെ ഒരു സിമിലിയായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ആകാശം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അത് അനന്തമല്ല, അതിന് അന്തമുണ്ട് എന്ന് സൂചിപ്പിച്ചു. കാര്യത്വാത്ത് നൈവം ബ്രഹ്മണ ആകാശവത് കാലതോപി അന്തവത്വം. അപ്പോ ആകാശത്തെ നിങ്ങൾ ഉപമയായി സ്വീകരിച്ചത് കൊണ്ട് കാലം കൊണ്ട് അത് അന്തവത്വം, ഒരു ഫൈനൈറ്റ്നെസ്
ബ്രഹ്മത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അകാര്യത്വാത്. ബ്രഹ്മം യാതൊന്നിന്റെയും കാര്യവസ്തുവല്ല. എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് കാരണമായിട്ട് യാതൊന്നുമില്ല. ആകാശം കാര്യവസ്തുവാണ്. ആകാശത്തിന് കാരണമായിട്ട് ആത്മാവുണ്ട്. ആ ആത്മാവിലാണ് ആകാശം എന്ന വസ്തു ഉണ്ടായതായിട്ട് നാം സംഭാവന ചെയ്യുന്നത്. വി ഇമാജിൻ ദി ബർത്ത് ഓഫ് എന്ന് തന്നെ പറയാം, ഓർ ദ ക്രിയേഷൻ ഓഫ് ഓർ ദ എവല്യൂഷൻ ഓഫ് ആകാശ. എവിടെയാ ആശ്രയം? ഏതാ എന്ന് ചോദിച്ചാൽ ബ്രഹ്മമാണ്. ഇപ്പൊ ബ്രഹ്മം അതിന് കാരണമാണ്. സർവ ജഗത് കാരണമാണ് ബ്രഹ്മം എന്ന് കിട്ടുന്നു. അതുകൊണ്ട് കാര്യവസ്തു അല്ലാത്തത് കൊണ്ട് അതിന് നമുക്ക് അന്തവത്വം പറയാൻ കഴിയുന്നതല്ല. ബ്രഹ്മത്തിന് അന്തമുണ്ട് എന്ന് പറയാൻ കഴിയുന്നതല്ല. കാര്യം ഹി വസ്തു കാലേന പരിച്ഛിദ്യത്തെ അകാര്യം ച ബ്രഹ്മ. കാര്യവസ്തു ആണെങ്കിൽ മാത്രമാണ് അത് കാലം കൊണ്ട് പരിച്ഛിന്നമാകുന്നത്. ഇപ്പോ നമ്മളൊരു ഗൃഹം നിർമ്മിച്ചു. 100 കൊല്ലം കഴിയുമ്പോഴേക്കും ആ ഗൃഹം, 100 കൊല്ലം എന്നല്ല, കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അത് ഇല്ലാതാകും. ഒരു പ്രകൃതിക്ഷോഭം വരുന്നു, ആ ഗൃഹങ്ങളെല്ലാം ഇല്ലാതാകും. ഒരു തെങ്ങ് നമ്മുടെ വീട്ടിലുണ്ട്. 10-50 കൊല്ലം കഴിഞ്ഞ്, കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ തെങ്ങ് നശിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ വെട്ടി മാറ്റാനായിട്ട് നാം ആളെ സംഘടിപ്പിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, കാര്യവസ്തുക്കളെല്ലാം, ഉണ്ടാക്കപ്പെടുന്നവയെല്ലാം അനിത്യമാണ്. യദ്യത് കൃതകം തത്തത് അനിത്യം. ഉണ്ടാക്കപ്പെടുന്ന വസ്തുതകളെല്ലാം നശിക്കുന്നവയാണ്. വാട്ട് ഈസ് ബീയിങ് ക്രിയേറ്റഡ് വിൽ ഡെഫിനറ്റ്ലി ബി ഡിസ്ട്രോയിഡ്. അവ തമ്മിൽ ആ ഒരു കൃതകത്വം, അതായത് സൃഷ്ടിക്കപ്പെടുന്നതും നശിക്കുന്നതും അവ തമ്മിൽ there is an invariable concomitance between these two. യാതൊന്നാണോ ഉണ്ടാകുന്നത് അത് താമസിയാതെ അത് നശിക്കും എന്ന്. അകാര്യം ച ബ്രഹ്മ. ബ്രഹ്മം അകാര്യമാണ്, യാതൊന്നിന്റെയും കാര്യമല്ല, കാര്യവസ്തുവല്ല. എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് കാരണം വേറെ യാതൊന്നുമില്ല. തസ്മാത് കാലത്തോ അസ്യ ആനന്ദ്യം. അതുകൊണ്ട് ബ്രഹ്മത്തിന് കാലം കൊണ്ടുള്ള ആനന്ദ്യം ലഭിക്കുന്നു. സർവ അനന്യത്വാത് ഭിന്നം ഹി. ഇനി ചോദിച്ചു, കഥം പുനഃ വസ്തുതഃ ആനന്ദം. വസ്തു സ്വഭാവം കൊണ്ട് എങ്ങനെയാണ് ആനന്ദ്യം എന്ന് ചോദിച്ചാൽ, സർവ അനന്യത്വാത്, എല്ലാ വസ്തുക്കളിൽ നിന്നും അത് അനന്യമായി നിൽക്കുന്നു എന്നർത്ഥം. അന്യമല്ലാതെ നിൽക്കുന്നു. ഭിന്നം ഹി വസ്തു വസ്തുവന്തരസ്യ അന്തോ ഭവതി. ഭിന്നമായിട്ട് ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇല്ലാതാകുന്നുള്ളൂ. വസ്തുവന്തര ബുദ്ധിർഹി പ്രസക്തത്വാത് തത്വ അന്തരാൻ നിവർത്തത്തെ. യതോ യസ്യ ബുദ്ധേർ നിവൃത്തിഹി ന തസ്യ അന്തഃ തദ്യഥാ ഗോത്വബുദ്ധി അശ്വത്വാത് നിവർത്തത്തെ ഇതി. അശ്വത്വാന്തം ഗോത്വം ഇതി അന്തവദേവ ഭവതി. സച അന്തോ ഭിന്നേഷു വസ്തുഷു ദൃഷ്ടഃ. ഭിന്ന ഭിന്നമായ വസ്തുക്കളിലാണ് ഈ പറയുന്ന സ്വഭാവം കൊണ്ടുള്ള വസ്തു കൊണ്ടുള്ള അന്തമുള്ളത്. ഗോത്വം അശ്വത്വം കൊണ്ട് ഇല്ലാതാകുന്നു. ഒരു ഗോവിനെ കാണുമ്പോൾ അതിൽ ഗോത്വം എന്ന ജാതിയുണ്ട്. ആ ജാതി അശ്വത്തെ കാണുമ്പോൾ ഈ ഗോത്വ ബുദ്ധി ഇല്ലാതാകുന്നു. വേറൊരു മഹിഷത്തിനെ കാണുമ്പോൾ അശ്വത്വ ബുദ്ധി ഇല്ലാതാകുന്നു. അപ്പോൾ ഭിന്ന ഭിന്ന വസ്തുക്കളിൽ ഉണ്ടാകുന്നതായ ബുദ്ധി, അവകളിൽ ഉണ്ടാകുന്ന ജ്ഞാനമെല്ലാം സാന്തമാണ്, അന്തമുള്ളവയാണ്, ഇല്ലാതാകുന്നവയാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ഇവ എല്ലാത്തിലുമായി അനന്യമായി കാണപ്പെടുന്നത് കൊണ്ട്, എന്തുകൊണ്ട് സർവഭൂതാത്മകം ബ്രഹ്മ ആയതുകൊണ്ട് നമുക്ക് അതിൽ അനന്യത്വം ഉള്ളതുകൊണ്ട് അന്തവത്വം കാണാൻ സാധിക്കുന്നതല്ല. ബ്രഹ്മഭിന്നമായ ഒരു വസ്തുവിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതേ അല്ല എന്ന്. നൈവം ബ്രഹ്മണോ ഭേദഃ അതോ വസ്തുതോപി ആനന്ദം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി. ഇനി അവിടെ ആകാശം
അതിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. തസ്മാത് ഇതി മൂലവാക്യസൂത്രിതം ബ്രഹ്മ പരാമർശത്തെ. ഉപനിഷത്ത് പറയാണ്, തസ്മാത് വാ ഏതസ്മാത് ആത്മനഃ ആകാശസംഭൂതഃ. ഉപനിഷത്ത് വാക്യം. ഈ മേൽപ്പറഞ്ഞ രീതിയിൽ പ്രതിപാദിക്കപ്പെട്ട സത്യമായ ജ്ഞാനരൂപമായ സത്യരൂപമായ ജ്ഞാനരൂപമായ അനന്തസ്വരൂപമായ ഉപാധികളില്ലാത്ത മനസ്സുകൊണ്ട് മാത്രം അറിയപ്പെടുന്നതായ ഹൃദയാകാശത്തിൽ അത് സാധകന്മാർക്ക് സ്ഫുരിക്കുന്നതായ ആ ബ്രഹ്മ അനുഭവം, ആ ആത്മാവ്, ബ്രഹ്മം തന്നെയാണ് ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത്. ആദ്യം ബ്രഹ്മം എന്ന് പറഞ്ഞു, ഇവിടെ ആത്മാവെന്ന് പറയുന്നു. തസ്മാത് ആത്മന ആകാശഃ എന്ന് പറയുന്നു. തസ്മാത് ഇതി മൂലവാക്യസൂത്രിതം ബ്രഹ്മ പരാമർശ്യത്തെ. തസ്മാത് അങ്ങനെയുള്ള നേരത്തെ പറയപ്പെട്ട മൂലവാക്യത്തിൽ സൂത്രണം ചെയ്യപ്പെട്ട സൂത്ര രൂപത്തിൽ പറയപ്പെട്ട ബ്രഹ്മമായ എന്ന് ഏതസ്മാത് എന്ന് പറഞ്ഞാൽ പിന്നീട് അതിനെ ഉപോത്ബലകമായിട്ടുള്ള മന്ത്രവർണ്ണങ്ങളാൽ പരാമർശിക്കപ്പെട്ട മന്ത്രവർണ്ണങ്ങളാൽ ലക്ഷിതമായ എന്ന് ഇങ്ങനെയുള്ള തസ്മാത് ആത്മനഃ, ആ ആത്മാവിൽ നിന്നും അങ്ങനെയുള്ള ആത്മസ്വരൂപമായ എന്ന് നമുക്ക് പറയാം. എന്താ? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന ലക്ഷണം ചെയ്തു. ഏത് ബ്രഹ്മത്തെയാണോ നാം ആത്മശബ്ദം കൊണ്ട് വാക്യമാക്കുന്നത്, എങ്ങനെ? തത് സത്യം സ ആത്മാ എന്ന് ഇവിടെ തന്നെ വേറൊരു ശ്രുതിയിൽ പറയുന്നുണ്ട്. തത് സത്യം സ ആത്മാ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞല്ലോ. ആ സത്യം ഒരിക്കലും അഭാവമില്ലാത്തത്, അങ്ങനെയുള്ള ആ ബ്രഹ്മം സർവത്തിൻ്റെയും ആത്മാവാകുന്നു എന്ന് സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ആത്മസ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്നും ആകാശം ഉണ്ടായി എന്ന്. സോ ഹിയർ ബിഗിൻസ് ഈ ഒരു ചർച്ച തുടങ്ങുകയാണ് ഇവിടെ. ഈ ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ആകാശശബ്ദഗുണഃ അവകാശകരോ മൂർത്തദ്രവ്യാണാം തസ്മാത് ആകാശാത് സ്വേന സ്പർശഗുണേന പൂർവേണ ച ആകാശഗുണേന ശബ്ദേന വിഗുണഃ വായുഃ സംഭൂതഃ ഇത്യനുവർത്തത്തെ. വായോശ്ച സ്വേന രൂപഗുണേന പൂർവാഭ്യാം ച ത്രിഗുണഃ അഗ്നിഃ സംഭൂതഃ. അഗ്നേശ്ച സ്വേന രസഗുണേന പൂർവൈശ്ച ത്രിഭിഃ ചതുർഗുണാ ആവഃ സംഭൂതാഃ. അഭ്യഃ സ്വേന ഗന്ധഗുണേന പൂർവൈശ്ച ചതുർഭിഃ പഞ്ചഗുണാ പൃഥിവീ സംഭൂത. പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോ അന്നം. അന്നാത് രേതോ രൂപേണ പരിണതാത് പുരുഷഃ ശിരഃ പാണ്യാദി ആകൃതിമാൻ. സ വൈ ഏഷ പുരുഷഃ അന്നരസമയഃ എന്ന് ക്രമേണ ആ സൃഷ്ടിയെ ഇവിടെ വർണ്ണിച്ചു തരുന്നു. അത് ക്രിയേഷൻ. സോ ദ ഇൻഫിനിറ്റ്, അതിൽ നിന്നും എവല്യൂഷൻ ആരംഭിക്കുന്നു. ഈ രണ്ടാമത്തെ ഇതിൽ മുഴുവൻ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഈ വല്ലിയുടെ ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ സൂത്രിതമായ ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം ആയിട്ടാണ്, അതിൻ്റെ അംഗമായിട്ടാണ് ഈ ഒരു സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലായി തരുന്നത്. ഇനി നമുക്ക് നോക്കാം. തസ്മാത് വാ ഏതസ്മാത് ആത്മന ആകാശ സംഭൂതഃ. ആകാശം എന്ന് പറയുന്നത് അതിന് സംഭൂതിയുണ്ട്. സംഭൂതി എന്ന് പറഞ്ഞാൽ എന്താ? ആദിയുണ്ട്, അതിന് ഉത്പത്തിയുണ്ട്. ഇറ്റ് ഈസ് ബീങ് ക്രിയേറ്റഡ്.
ഈശ്വരന്റെ സൃഷ്ടിയാണ് ആകാശം. ഈ ആകാശത്തിന് സൃഷ്ടി എങ്ങനെ വന്നു എന്ന് ചേർന്നാൽ ഒരു ഗുണം ആ സൃഷ്ടിക്കപ്പെടുന്ന വസ്തുവിൽ ചേരുന്നു. ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി. ബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണമാണ്. നിർഗുണമായ ആത്മാവിൽ നിന്നും ഒരു ഗുണമുള്ളതായ ആകാശം ഉണ്ടാകുന്നു. അപ്പോ ആകാശോ നാമ ശബ്ദഗുണ, ശബ്ദം എന്ന ഗുണത്തോട് കൂടിയത്. നമുക്കറിയാം സൗണ്ട് ട്രാവൽസ് ഇൻ എയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബെൽ ജാർ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ശബ്ദം കേൾക്കുന്നില്ല, അവിടെ സ്പേസ് ഇല്ലാത്ത, എയർ ഇല്ലാത്തത് കൊണ്ട് അവിടെ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷേ ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ്. അവകാശകരോ മൂർത്തദ്രവ്യാണാം, മൂർത്തദ്രവ്യങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്നതിന് ഇടം നൽകുന്നതാണ്. മൂർത്തദ്രവ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അന്തമുള്ളവ, ആദിയും അന്തവും ഉള്ളവ ആണ് ബാക്കി മൂർത്തദ്രവ്യങ്ങൾ. ആ ദ്രവ്യങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ അവകാശം, സ്പേസ് നൽകുന്നതാണ് ഈ പറയുന്ന ആകാശം. അവകാശകരോ മൂർത്തദ്രവ്യാണാം, മൂർത്തദ്രവ്യങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്നതിന് ഇടം നൽകുന്നതാണ്. തസ്മാത് ആകാശാത്, ആ ആകാശത്തിൽ നിന്നും പിന്നെ അടുത്തത് ഒരു ദ്രവ്യം ഉണ്ടാകുന്നു. ഏതാ? സ്വേന സ്പർശഗുണേന പൂർവേണ ച വായു, വായുവിന്റെ പ്രത്യേക ഗുണമായ സ്പർശം, അത് പൂർവേണ ആകാശഗുണേന ശബ്ദേന, ഏതിൽ നിന്നുമാണോ ഉണ്ടായത് ആ കാരണമായ ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തോടും കൂടിയതായ, തന്റെ ഗുണമായ സ്പർശത്തോടും തന്റെ കാരണമായ ആകാശത്തിന്റെ ഗുണമായ ശബ്ദത്തോടും. അപ്പൊ രണ്ടു ഗുണം. ദ്വിഗുണ വായു, ആകാശഗുണേന ശബ്ദേന സ്വേന സ്പർശഗുണേന. സ്പർശം നമുക്കറിയാം, കാറ്റ് നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോഴാണ് നാം കാറ്റുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് പെർസീവ്ഡ് ബൈ ടച്ച്. ആകാശാത് സ്വേന സ്പർശഗുണേന പൂർവേണ ച ആകാശഗുണേന, അതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതായ വായുവിന് കാരണമായ ആകാശത്തിന്റെ ഗുണമായ ശബ്ദം എന്ന ഗുണത്തോട് കൂടിയും. അങ്ങനെ രണ്ടു ഗുണം, ദ്വിഗുണ, രണ്ട് ഗുണങ്ങൾ. ഏതെല്ലാമാണ്? ആകാശഗുണമായ ശബ്ദവും തൻ്റെ തന്നെ ഗുണമായ സ്പർശവും ചേർന്ന് രണ്ട് ഗുണത്തോടു കൂടിയ വായു ഉണ്ടായി. വായു സംഭൂത ഇത്യനുവർത്തത്തെ. ശ്രദ്ധിക്കുക, സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലം ഉണ്ടാവുകയാണ്. അതിസൂക്ഷ്മമായ ബ്രഹ്മം നിർഗുണമാണ്. ആ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്ന പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ആകാശം ഒരു ഗുണത്തോട് കൂടിയതാണ്. അതിലും സ്ഥൂലമായ വായുവിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഏതെല്ലാം എന്ന് ചോദിച്ചാൽ സ്പർശവും ശബ്ദവും. ഇനി വായോശ്ച സ്വേന രൂപഗുണേന പൂർവാഭ്യാം ത്രിഗുണ അഗ്നിസംഭൂത. വായോരഗ്നി എന്ന് ഉപനിഷത്ത് മൂല വാക്യം. വായോശ്ച സ്വേന രൂപഗുണേന, വായുവിന് രൂപമുണ്ട്. അല്ല, വായോശ്ച സ്വേന രൂപഗുണേന അഗ്നി, അഗ്നിക്ക് രൂപമുണ്ട്. രൂപം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന ഒരു തരം വെണ്മ എന്നാണ് പറയുന്നത് ശാസ്ത്രങ്ങളിൽ. ആ ജ്വലിക്കുമ്പോൾ കാണുന്ന രൂപം. വായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. വായു നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ മാത്രമാണ് നാം അനുഭവിക്കുന്നത്, ഉണരുന്നത്. പക്ഷെ അഗ്നിയെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ? അതിന് രൂപമുണ്ട്. ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് കളർ, മാനിഫെസ്റ്റഡ് കളർ. അതുകൊണ്ടാണ് അത് നമ്മുടെ ചക്ഷുരേന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നത്. വായോശ്ച സ്വേന രൂപഗുണേന പൂർവാഭ്യാം
ത്രിഗുണ തൻ്റെതായ രൂപമെന്ന ഗുണത്തോട് കൂടിയതും പൂർവാഭ്യാം ത്രിഗുണ നേരത്തെ പറഞ്ഞ ശബ്ദവും സ്പർശവും അങ്ങനെ കൂടിയതായ ത്രിഗുണ മൂന്ന് ഗുണങ്ങളോട് കൂടിയ അഗ്നിസംഭൂത അഗ്നി ഉണ്ടായി. ഇനി അഗ്നേശ്ച സ്വേന രസഗുണേന പൂർവൈശ്ച ത്രിഭിർ ചതുർഗുണ ആപസംഭൂതാഹ. ഇനി അഗ്നിയിൽ നിന്നും അഗ്നേരാപഹ എന്ന് ഉപനിഷദ് വാക്യം. അഗ്നിയിൽ നിന്നും അപ്പുകൾ ഉണ്ടായി. ആപഹ, ആപഹ എന്ന് പറയുന്നത് ബഹുവചനമാണ്. അതുകൊണ്ടാണ് അപ്പുകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ ജലം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അപ്പ് എന്നുള്ള ശബ്ദം പറയുമ്പോൾ ആപഹ എന്ന് ബഹുവചനത്തിൽ പറയണം. നിത്യ ബഹുവചനമാണ്. അങ്ങനെ അഗ്നേശ്ച സ്വേന രസഗുണേന, ജലത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ വിശേഷ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രസം, ടേസ്റ്റ്. ടേസ്റ്റ് ഈസ് ദ സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് വാട്ടർ. അതിന് മാധുര്യം, മധുരമാണ്. ജലത്തിന് വാട്ടർ ഈസ് എ കളർലെസ് ടേസ്റ്റ്ലെസ് ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് വാട്ടർ ഹാസ് എ സ്വീറ്റ് ടേസ്റ്റ് എന്നാണ്. അത് നെല്ലിക്ക ഭക്ഷിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ ആ ജലത്തിൻ്റെ സ്വാഭാവികമായ മാധുര്യം അവിടെ അഭിവ്യക്തമാകുന്നു. സ്വീറ്റ് ടേസ്റ്റ് ഓഫ് വാട്ടർ മാനിഫെസ്റ്റ് ആ സമയത്ത് എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞ മൂന്ന് ഗുണങ്ങളോട് കൂടിയത്, അതായത് ശബ്ദം, സ്പർശം, രൂപം, അവയോട് കൂടി തൻ്റെ ഗുണമായ രസവും കൂടി ചേർന്ന് ചതുർഗുണ ആവസംഭൂതാഹ, 4 ഗുണങ്ങളോട് കൂടിയ അപ്പുകൾ ഉണ്ടായി. ഇനി അഭ്യഃ സ്വേന ഗന്ധഗുണേന പൂർവൈശ്ച ചതുർഭിഃ പഞ്ചഗുണ പൃഥിവി സംഭൂത. ആ അപ്പിൽ നിന്നും, ജലത്തിൽ നിന്നും ഉണ്ടാകുന്നത് തൻ്റെതായ ഗുണം, പൃഥിവിയുടെ ഗുണമായ ഗന്ധം എന്നുള്ളത്, സ്മെൽ എന്നുള്ളതാണ് പൃഥിവിയുടെ വിശേഷ ഗുണം. ആ പൃഥിവിയുടെ വിശേഷ ഗുണമായ ഗന്ധവും നേരത്തെ പറഞ്ഞതായ 4 ഗുണങ്ങളും, അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, നേരത്തെ പറഞ്ഞ ഭൂതങ്ങളുടെ വിശേഷ ഗുണങ്ങളായ 4 ഗുണങ്ങളും ചേർത്തുകൊണ്ട് തൻ്റെ വിശേഷ ഗുണമായ ആ ഗന്ധം കൂട്ടി 5 ഗുണങ്ങളോടുകൂടി പഞ്ചഗുണ പൃഥിവി സംഭൂത, 5 ഗുണങ്ങളോട് കൂടിയ പൃഥിവി ഉണ്ടായി എന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷ്മമായ വസ്തുക്കൾക്ക് ഗുണങ്ങൾ വളരെ കുറവാണ്. അതിസൂക്ഷ്മമായ ആത്മാവിന് യാതൊരു ഗുണവുമില്ല. ആത്മാവ് നിർഗുണമാണ്, നിർധർമ്മകമാണ്. പക്ഷേ അതിൽ നിന്നുമുണ്ട് ആകാശത്തിന് ഒരു ഗുണം, ശബ്ദം. ആകാശത്തിൽ നിന്നും ഉണ്ടാകുന്ന വായുവിന് 2 ഗുണങ്ങൾ, അത് ശബ്ദവും സ്പർശവും. വായുവിൽ നിന്നും ഉണ്ടാകുന്ന അഗ്നിക്ക് 3 ഗുണങ്ങൾ, ശബ്ദവും സ്പർശവും തൻ്റെ ഗുണമായ രൂപവും. ആ അഗ്നിയിൽ നിന്നും ഉണ്ടാകുന്ന ജലത്തിന് 4 ഗുണങ്ങൾ, തൻ്റെ ഗുണമായ രസവും നേരത്തെ പറഞ്ഞ 3 ഗുണങ്ങളും. ആ ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന പൃഥിവിക്ക് 5 ഗുണങ്ങൾ, അത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ എന്ന്. അപ്പോ ഇതിൽ ഏറ്റവും സ്ഥൂലമായതാണ് പൃഥിവി, സൂക്ഷ്മമായതാണ് ആകാശം. അതുകൊണ്ടാണ് ആകാശത്തെ പലപ്പോഴും ആത്മാവിന് ഉപമിക്കുന്നത് ആകാശത്തെ പോലെ എന്ന്. ആകാശമല്ല, ആകാശത്തെ പോലെ എന്ന്. കാരണം ആകാശത്തിന് ഈ സ്ഥൗല്യത വളരെ വളരെ കുറവാണ്. സൂക്ഷ്മമായ ഒരു വസ്തു കൂടിയാണ്, ഒരു ഭൂതവുമാണ്. ഇനി പൃഥിവ്യ ഓഷധയഃ, പൃഥിവിയിൽ നിന്നും ഔഷധികൾ ഉണ്ടായി, ധാന്യങ്ങളെല്ലാം ഉണ്ടായി. ഓഷധികളിൽ നിന്നും അന്നമുണ്ടാകുന്നു.
അന്നത്തിൽ നിന്നും അന്നാത് രേതോരൂപേണ പരിണതാത് പുരുഷ ശിരഃപാണ്യാദി ആകൃതിമാൻ. ആ അന്നത്തിൽ നിന്നും അത് രേതോരൂപമായി പരിണമിച്ച്, അതായത് രേതസ്സായി പരിണമിച്ച ശുക്ല ശ്രോണിത ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആ അന്നത്തിൽ നിന്നും ഉണ്ടാകുന്ന ശിരപാണ്യാദി ആകൃതിയോട് കൂടിയ പുരുഷനും ഉണ്ടാകും. ഇതാണ് ഒരു ഓർഡർ പറയുന്നത്, സൃഷ്ടിയുടെ ഒരു ഓർഡർ. ദിസ് ഈസ് ദി ഓർഡർ ഓഫ് ക്രിയേഷൻ ഓർ എവല്യൂഷൻ എന്ന് പറയാം. ഇതാണ് നമുക്കിനി ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ വലിയ ചർച്ചകളൊക്കെ ഉണ്ട്. സവൈ ഏഷ പുരുഷ അന്നരസമയ അന്നരസവികാര പുരുഷാകൃതി ഭാവിതം ഹി സർവേഭ്യോ അംഗേഭ്യസ്തേജസ് സംഭൂതം രേതോ ബീജം തസ്മാദ്യോ ജായതേ സോപി തഥാ പുരുഷാകൃതിരേവ സ്യാത് സർവജാതിഷു ജായമാനാനാം ജനകാകൃതിർ നിയമദർശനാത് എന്ന് ഭാഷ്യം, ആചാര്യന്റെ ഭാഷ്യം. അപ്പൊ ഇങ്ങനെയുള്ള പുരുഷൻ അന്നരസമയനാകുന്നു. അന്നരസത്തിന്റെ അന്നരസം കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നവനാണ് പുരുഷൻ. അന്നരസ വികാരം എന്നർത്ഥം. അതുകൊണ്ടാണ് ആദ്യം അന്നമയ കോശത്തെ കുറിച്ച് പറഞ്ഞത്. എല്ലാ അംഗങ്ങളിൽ നിന്നും പുരുഷാകൃതിയുടെ വാസനയോടുകൂടി ഉണ്ടാകുന്ന തേജസ്സാണ് രേതസ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക. അന്നരസ വികാര പുരുഷാകൃതി ഭാവിതം ഹി സർവേഭ്യോ അംഗേഭ്യസ്തേജസ് സംഭൂതം രേതോ ബീജം. ശരീരത്തിന്റെ ഇപ്പൊ എല്ലാ അംഗങ്ങളിൽ നിന്നും ഒരു പുരുഷ ആകൃതിയുടെ വാസനയോട് കുട്ടി ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്ന കുട്ടിക്ക് എല്ലാ അംഗങ്ങളും ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് രേതസ്സിന്റെ പരിണാമമാണ്. രേതസ്സാണ് അതിന് ബീജമാകുന്നത്. അപ്പോ എല്ലാ അംഗങ്ങളിൽ നിന്നും പുരുഷാകൃതിയുടെ വാസനയോടുകൂടി ഉണ്ടാകുന്ന തേജസ്, അതിനെയാണ് രേതോ ബീജം എന്ന് പറയുന്നത്. തേജഃ സംഭൂതം രേതോ ബീജം പുരുഷാകൃതി ഭാവിതം ഹി സർവേഭ്യോ അംഗേഭ്യസ്തേജഃ സംഭൂതം രേതോ ബീജം തസ്മാദ് യോ ജായതേ സോപി തഥാ പുരുഷാകൃതിരേവ സ്യാത്. അപ്പോ ആ ബീജത്തിൽ നിന്നും ഉണ്ടാകുന്നവന് അതുപോലെ പുരുഷാകൃതി ആയിരിക്കും. പുരുഷൻ എന്ന് പറഞ്ഞാൽ ദ ഹ്യൂമൻ എന്നുള്ള ഒരർത്ഥത്തിലേ ഉള്ളൂ. എന്തെന്നാൽ സർവജാതിഷു ജായമാനാനാം ജനകാകൃതി നിയമദർശനാത്. എല്ലാ ജാതിയിലും ജനിക്കുന്നവർക്ക്, ജാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പറയപ്പെടുന്ന ജാതികളല്ല. ജാതി എന്ന് പറയുന്നത് സ്പീഷീസ് എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ വൃക്ഷത്തിൽ നിന്നും മാങ്ങയുടെ വിത്ത്, മാങ്ങ അണ്ടി നാം കുഴിച്ചിട്ടാൽ അതിൽ നിന്നും ഉണ്ടാകുന്നത് മാവായിരിക്കും. സാധാരണ പറയാറുണ്ടല്ലോ, എന്താ അമര വിതച്ചാൽ തുമര ഉണ്ടാവുന്നതല്ല എന്ന് പറയും. അതുപോലെ സർവജാതിഷു ജായമാനാനാം ജനകാകൃതി നിയമദർശനാത്ത്. എല്ലാ ജാതിയിലും ജനിക്കുന്നവയ്ക്ക് അല്ലെങ്കിൽ ജനിക്കുന്നവർക്ക് ഒരു നിയമമുണ്ട്. എന്താ? ജനിപ്പിക്കുന്നവന്റെ ആകൃതി ഉണ്ടാകും എന്നർത്ഥം. ഇപ്പോ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങൾ ഉണ്ടാകുന്നു, പശുവിൽ നിന്നും പശു ഉണ്ടാകുന്നു, ആടിൽ നിന്നും ആടുണ്ടാകുന്നു, മനുഷ്യനിൽ നിന്നും മനുഷ്യനുണ്ടാകും. ഇതിന് കാരണം എന്താ എന്ന് ചോദിച്ചാൽ അവിടെ ആ ഒരു തേജസ് ഉണ്ട്. സർവേഭ്യോ അംഗേഭ്യസ് തേജസ് സംഭൂതം രേതോ ബീജം. ആ രേതസ് എന്ന് പറയുന്നത് അതാത് സ്പീഷീസിലെ, അതാത് ജാതിയിലെ ഗുണങ്ങളോട് കൂടിയ മറ്റൊന്നിനെ സൃഷ്ടിപ്പിക്കാനുള്ളതായ ഒരു അംശം അതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. സർവജാതിഷു ജായമാനാനാം ജനകാകൃതി നിയമദർശനാത്. സർവേഷാമപി അന്നരസവികാരത്വേ ബ്രഹ്മവംശ്യത്വേ ച അവിശിഷ്ടേ
കസ്മാത് പുരുഷ ഏവ ഗൃഹ്യത്തെ പ്രാധാന്യാത്. ഇവിടെയാണ് ഹ്യൂമൻ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഇവിടെ വരുന്നത്. ഇവിടെ അപ്പൊ ചോദ്യം ചോദിക്കാണ്, സർവേഷാമപി അന്നരസ വികാരത്വേ, എല്ലാ ജന്തുക്കളും ജനനമുള്ളവയ്ക്കും എല്ലാം അന്നരസമയമാണ്. അന്നരസത്തിൽ നിന്നും ഉണ്ടാകുന്നവയാണ്. പശുവിൽ നിന്നും പശു ഉണ്ടാകുന്നു, കാളയിൽ നിന്നും കാള ഉണ്ടാകുന്നു, സിംഹത്തിൽ നിന്നും സിംഹം ഉണ്ടാകുന്നു, പശുവിൽ നിന്നും പശു ഉണ്ടാകുന്നു. ഇനി എല്ലാ ജന്തുക്കളും അന്നരസമായതുകൊണ്ട് എല്ലാം ബ്രഹ്മത്തിന്റെ വംശത്തിൽപ്പെട്ടവരുമായിരിക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, വരികൾ ശ്രദ്ധിക്കുക, എല്ലാവരും ബ്രഹ്മവംശ്യരാണ്. ബ്രഹ്മമെന്ന ഏകമായ വസ്തുവിൽ നിന്നും ഉണ്ടായവരാണ്. സൃഷ്ടിയെ നാം അംഗീകരിക്കുമ്പോൾ, മായികമായ ഈ പ്രപഞ്ചത്തെ നാം അംഗീകരിക്കുമ്പോൾ, അങ്ങനെയാണല്ലോ, ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ സാധന മുന്നോട്ട് നീങ്ങുന്നത്. ഈ ലോകത്തെയും ഈ ലോകത്തിലെ സൃഷ്ടിക്രമത്തിനെയും അതുപോലെ ഇവിടുത്തെ നിയമങ്ങളെയും നിയമാവലികളെയും എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇതൊന്നുമില്ലാത്തതായ ഏകമായ ബ്രഹ്മവസ്തുവിനെ കാണാൻ നാം സാധന ചെയ്യുന്നത്, അനുഭവിക്കാൻ. കാണാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദൃഷ്ടി. ആ ദൃഷ്ടി എന്ന് പറഞ്ഞാലാണ് അവിടെയാണ് അനുഭവം. ദർശനം അദർശനം. ദർശനേ അനുഭവ, അദർശനേ അനുഭവ അഭാവ. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ബ്രഹ്മവംശ്യരാകുമ്പോൾ അവശിഷ്ടേ കസ്മാത് പുരുഷ ഏവ ഗൃഹ്യത്തെ, എന്തുകൊണ്ട് പുരുഷനെ മാത്രം, അതായത് ഹ്യൂമൻ സ്പീഷീസ്, അതിനെ മാത്രം എന്താണ് എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പ്രാധാന്യാത്. അതാണ് ജന്തൂനാം നരജന്മ ദുർലഭം എന്ന് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയുടെ ആരംഭത്തിൽ പറയുന്നു. ആദ്യത്തെ ശ്ലോകം ജന്തൂനാം നരജന്മ ദുർലഭം എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ ആ ആശയമാണ് ഇവിടെ പ്രകടമാകുന്നത്. എല്ലാ ജന്തുക്കളും ഒരുപോലെ അന്നരസമയങ്ങളായതുകൊണ്ട് ബ്രഹ്മത്തിന്റെ വംശത്തിൽപ്പെട്ടവരായതും എന്നിരിക്കെ എന്തുകൊണ്ടാണ് മനുഷ്യനെ തന്നെ, പുരുഷനെ തന്നെ എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പ്രാധാന്യം കൊണ്ടാണ്. കിം പുനഃ പ്രാധാന്യം? ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യന് പ്രാധാന്യം? ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്യുക, മനസ്സിൽ ഇരുത്തി വെക്കേണ്ട ഒരു ആശയമാണത്. കർമ്മജ്ഞാന അധികാര. പ്രാധാന്യം കർമ്മം, ജ്ഞാനം ഇവയ്ക്കുള്ള അധികാരം ഉള്ളത് കൊണ്ട് മാത്രം. കർമ്മയോഗം ചെയ്യാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജ്ഞാന അഭ്യാസത്തിനും സാധ്യതയുള്ളത് പുരുഷനിൽ മാത്രമാണ്, മനുഷ്യനിൽ മാത്രമാണ്. ജന്തൂനാം നരജന്മ ദുർലഭം എന്ന്. കിം പുനഃ പ്രാധാന്യം? കർമ്മജ്ഞാനാധികാര. ഈ പ്രാധാന്യം കർമ്മജ്ഞാനങ്ങളിലുള്ള അധികാരം തന്നെയാണ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ, വിധിനിഷേധങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള സാമർഥ്യം, പുരുഷാർത്ഥങ്ങളെയും മോക്ഷത്തെയും പ്രാർത്ഥിക്കുക എന്നുള്ളത് പുരുഷന് മാത്രമേ ഉള്ളൂ. പുരുഷാർത്ഥങ്ങൾ അപേക്ഷിക്കുന്നതിനുള്ള സാമർഥ്യം, പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമമോക്ഷം, ഇവ നാലും അഭ്യർത്ഥിക്കുവാനുള്ള സാമർഥ്യം, പ്രത്യേകിച്ചും മോക്ഷം അഭ്യർത്ഥിക്കുവാനുള്ള സാമർഥ്യം, മുമുക്ഷുത്വം. ദുർലഭം ത്രയമേവേതത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം എന്ന് പറയുന്നു. മുമുക്ഷു ആകാനുള്ള ആഗ്രഹം. പുരുഷ ഏവാഹി ശക്തത്വാത് അർത്ഥിത്വാത് അപര്യുതസ്തത്വാച്ഛ കർമ്മജ്ഞാനയോരധിക്രിയത്തെ. അപ്പോ പുരുഷൻ മാത്രമേ അതിന് അധികാരിയാകുന്നുള്ളൂ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ എന്നർത്ഥം. ദ ഹ്യൂമൻ സ്പീഷീസ് alone is capable
of understanding the action and the knowledge. കർമ്മജ്ഞാനാധികാരഃ പുരുഷ ഏവ ഹി ശക്തത്വാത് അർത്ഥിത്വാത് അപര്യുതസ്ത്വാച്ച. തിരിച്ചറിയുന്നതിനുള്ള സാമർഥ്യം. എന്താ തിരിച്ചറിയുക എന്ന് ചോദിച്ചാൽ വിധി നിഷേധങ്ങളെ തിരിച്ചറിയാൻ ഉള്ള സാമർഥ്യം പുരുഷനുണ്ട്. ഇപ്പോ ഒരു ഇലക്ട്രിക് ഫെൻസ് ഉണ്ടെന്ന് ധരിക്കുക. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു വൈദ്യുത വേലി, കമ്പി വേലി, മനുഷ്യൻ പെട്ടെന്ന് അത് മനസ്സിലാക്കും. പ്രായേണ മൃഗങ്ങൾക്ക് അത് സാധ്യമല്ല. അവിടെ പോകരുത്. ആ കമ്പി വേലിയിൽ വൈദ്യുതി കടത്തി വിട്ടിരിക്കുകയാണ്. ഇതാണ് വിധി നിഷേധം. ഇതനുസരിച്ച് അവിടെ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. പോകണമെങ്കിൽ എന്ത് വേണം? ആ ഇലക്ട്രിക് ഫെൻസ് കടന്നു പോകണമെങ്കിൽ അതനുസരിച്ച് ആ ഇലക്ട്രിസിറ്റി ഓഫാക്കിക്കൊണ്ട് വേണം ഇവിടെ കടന്നു പോകാൻ. അപ്പൊ വിധി നിഷേധങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം പുരുഷന് മാത്രമാണുള്ളത്. വിധിയും നിഷേധവും, ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ലൈഫ്. അതുപോലെ തന്നെ അർത്ഥിത്വാത്. അർത്ഥിത്വം എന്താ? അർത്ഥിത്വം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങൾ അർത്ഥിക്കുവാനുള്ളത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവ നേടാനുള്ള ഒരു പ്രയത്നം സാധ്യമാകുന്നത് പുരുഷനിൽ മാത്രമാണ്, മനുഷ്യനിൽ മാത്രമാണ്. തസ്മാത് നരജന്മ ദുർലഭം, ജന്തൂനാം നരജന്മ ദുർലഭം. അതുപോലെ അപര്യുതസ്തത്വാച്ച, തിരിച്ചറിയുന്നതിനുള്ള സാമർഥ്യം ഉള്ളത്. അത് ഇനി അതിനുള്ള ഒരു ശ്രുതി പറയുന്നു. പുരുഷേതു ഏവ പുരുഷേ ത്വേവ ആവിസ്തരാം ആത്മാ സഹി പ്രജ്ഞാനേന സമ്പന്നതമോ വിജ്ഞാനം വദതി വിജ്ഞാതം പശ്യതി. വേദ ശ്വസ്തനം വേദ ലോകാലോകോ മർത്യേന അമൃതം ഈക്ഷതീത്യേവം സമ്പന്നഃ അഥ ഇതരേഷാം പശൂനാം അശനായാ പിപാസേ ഏവ അഭിവിജ്ഞാനം ഇതി ശ്രുത്യന്തരദർശനാത് എന്ന് ഒരു ശ്രുതിയെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. മനുഷ്യന് മാത്രമേ ഇതെല്ലാം സാധ്യമാകുന്നുള്ളൂ. മറ്റു ജന്തുക്കൾക്കെല്ലാം അശനാ പിപാസകൾ മാത്രം, വിശപ്പും ദാഹവും മാത്രമേ ഉള്ളൂ എന്ന്. ഇതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ഇതോടുകൂടി ഈ ഒരു അനുവാകം അവസാനിക്കുകയാണ്. പ്രഥമ അനുവാകം ഇവിടെ അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് അന്നാദ്വൈ പ്രജാഹ പ്രജായന്തേ എന്ന ഉപനിഷത്ത് തുടരുകയാണ്. നമുക്ക് ഈ ഒരു ചർച്ചയോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കാം. നാളെ നമുക്ക് ഈ ഇതിൻ്റെ പിന്നീട് വരുന്ന ആ ഭാഗങ്ങൾ, ശിഷ്ടഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവേ ജന സുഖിനോ ഭവന്തു.